ഹായ് ഫ്രണ്ട്സ്, നമ്മളിതാ പുതിയൊരു വീഡിയോ ആയിട്ട് കുറച്ച് ദിവസമായി ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അങ്ങനെ ഇതാ നമ്മളിന്ന് വാഴേൻ്റെ ഉള്ളിലെ തണ്ടില്ലേ, വാഴപ്പിണ്ടി ഒക്കെ പറയും, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതൊന്ന് വൃത്തിയാക്കുന്ന കാണിച്ചു തരാവേ. ഇത് അമ്മ എവിടെ നിന്നോ പണിസ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന് തന്നാണ് കേട്ടോ. തൊഴിലുറപ്പിന് പോകുമ്പോൾ വന്നപ്പം ഒരു കഷ്ണം കൊണ്ടു തന്നാണ്. ഇതിനെ കത്തിയിട്ടിട്ട് കറിയൊക്കെ ഉണ്ട്, അതിനൊക്കെ നമുക്ക് ചെത്തിയെടുക്കണം കേട്ടോ. അതിൻ്റെ പുറം തോല് ഫുള്ള് കളയണം. ഇതിനകത്തൊരു നാരുണ്ട് കേട്ടോ, ആ നാരാണ് മെയിൻ. അത് പോയി കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. വയറ്റിലെ മെയിൻ അസുഖങ്ങൾക്കൊക്കെ നല്ല സാധനമാണ് കേട്ടോ. കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത് നല്ലൊരു എന്താ പറയുക, ഒരു ചേമ്പിൻ്റെയൊക്കെ തണ്ടില്ലേ, അതുപോലൊരു കടുകടുന്നായിരിക്കും, തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുണ്ടോ, ഇതിനകത്ത് ഇങ്ങനെ അരിയുമ്പോൾ തന്നെ നമുക്ക് ആ നാരിനെ കാണാൻ പറ്റുന്നുണ്ട്. ആ നാരിന് കളയലാണ് കേട്ടോ വലിയൊരു പരിപാടി. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മൾ സാധാ തോരൻ വയ്ക്കുക, അല്ലെങ്കിൽ ചെറുപയറോ മമ്പയറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇട്ട് തോരൻ വയ്ക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. പക്ഷേ വലിയ പണിയെന്ന് വെച്ചാൽ ഇത് നന്നാക്കി എടുക്കലാണ് കേട്ടോ. എല്ലാവർക്കും ഭയങ്കര മടി. ഇതിങ്ങനെയും ചെയ്യാം. നമ്മൾ വെള്ളം എടുത്തിട്ട് അതിനകത്ത് ചെറുങ്ങനെ കൊത്തി അരിഞ്ഞിടുക, എന്നിട്ട് അതിലേക്ക് ഒരു കൊള്ളി വെച്ച് ഇങ്ങനെ കറക്കിയെടുക്കുക. അന്നേരം അപ്പം അതിൻ്റെ നാരൊക്കെ അതിനകത്ത് പിടിച്ച് വരും. അങ്ങനെയും ചെയ്യാം. രണ്ട് രീതിയിൽ ഇതിനെ ക്ലീൻ ചെയ്തെടുക്കുക. രണ്ടും ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഇങ്ങനെ വട്ടം വട്ടം അരിയുക, അതിൻ്റെ നാരിനെ ഇങ്ങനെ എടുത്ത് കളയുക കേട്ടോ. ഇതാണ് തോന്നുന്നു എനിക്ക് പിന്നെ എളുപ്പം തോന്നിയത്. പിന്നെ നമുക്ക് ഈ വട്ടത്തിനങ്ങ് അരിഞ്ഞെടുത്താൽ മതി. മറ്റേതാകുമ്പോൾ ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയാണ്. ഇതാണ് പിന്നെയും കുറച്ചുകൂടി എളുപ്പം. അതിനെ കൊള്ളിയിട്ട് കറക്കിയൊക്കെ വരും. ഒരു വടിക്കഷ്ണം എടുത്ത് കറക്കിയെല്ലാം വരുമ്പോൾ ഫുള്ള് ഫ്ലോപ്പാണ്. ഇതാണ് എനിക്കിഷ്ടം. പക്ഷെ രണ്ടും കൂടി നിങ്ങൾക്ക് കാണിച്ചു തന്നുള്ളൂ. എല്ലാവരും എല്ലാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ കൂടി കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ എല്ലാം ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഈ രണ്ട് സൈഡും കാണിച്ചു തരാം കേട്ടോ. രണ്ടും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. ആരും അറിയുന്നവർ ഇങ്ങനെയാണോ ചെയ്യുന്നതെന്നും കൂടി കമൻറ്റിലും പറയാൻ മറക്കല്ലേ. നിങ്ങളിങ്ങനെയാണോ ചെയ്യുന്നതെന്ന് കേട്ടോ. ഇനി വേറെ എന്തെങ്കിലും രീതി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ അറിയുന്ന രണ്ട് രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ. വേറെ രീതി കൂടി ഉണ്ടെങ്കിൽ പറയാൻ മറക്കല്ലേ. അങ്ങനെ ഇതാ നമ്മളിതിനെ ഫുള്ള് ക്ലീൻ ചെയ്തെടുക്കട്ടെ. നമ്മൾ കുറച്ച് ദിവസമായിട്ടോ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, മൊത്തത്തിൽ അരിയുന്നുണ്ട് കേട്ടോ. ഇനി പിന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കണം. പിന്നെ എളുപ്പമാണ് കേട്ടോ വെച്ചെടുക്കാൻ. തോരൻ വയ്ക്കും പോലെ വയ്ക്കാം, അല്ലെങ്കിൽ ചെറുപയർ വേവിച്ച് മമ്പയർ വേവിച്ച് റിപ്പീറ്റേഷൻ വരുന്നുണ്ടല്ലേ, ഒന്ന് ക്ഷമിച്ചേക്കണേ. അങ്ങനെ അതാ അതിനെ വേവിച്ച് ഇതിനൊക്കെ ഇട്ട് ഇതിനെയും കൂടി ഒന്ന് തോരനാക്കി എടുത്താൽ മതി കേട്ടോ. നമ്മൾ കടുകൊക്കെ പൊട്ടിക്കുമ്പോൾ വേവിച്ച് വെച്ച് ചെറുപയറോ മമ്പയറോ ഇട്ട് കൊടുത്താൽ വേറെ ടേസ്റ്റ് ആയിരിക്കും. അല്ല ഇത് സെപ്പറേറ്റ് തോരൻ വയ്ക്കാനാണെങ്കിൽ അങ്ങനെ വയ്ക്കാം കേട്ടോ, സാധാ തോരൻ വയ്ക്കും പോലെ. പക്ഷേ ഇതിൻ്റെ നാരൊക്കെ കൈ കുടുങ്ങിയാകെ പണിയായിട്ടോ. ഇങ്ങനെ ചുറ്റിയെടുത്തപ്പോൾ വിരൽ ഫുള്ള് ചുറ്റി കുടുങ്ങി. അങ്ങനെ പുറത്ത് രണ്ടാൾക്കാർ ഓളിക്കളിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം പിന്നെ അവരെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ചില സമയത്ത് കാണാണ്ടാകുന്നുണ്ട്. പിന്നെ ഇതാ ഫുള്ള് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട്. മറ്റേ സ്ഥലത്ത് കുറച്ചാക്കുന്നുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ അത് ഭയങ്കര റിസ്ക്കായ പരിപാടി, കറക്കിയെടുക്കലേ. നമ്മൾ ലോങ് വീഡിയോ ഇടാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ലോങ് വീഡിയോ ആദ്യമായിട്ട് ആരും കാണുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് ഓടുന്നേ ഇല്ല കേട്ടോ. നമ്മൾ കുറേ ആയിട്ടിത് ട്രൈ ചെയ്ത് മടുത്തിന്. പക്ഷേ ലോങ് വീഡിയോക്കാണ് വാച്ചില്ല, വ്യൂവേഴ്സേ ഇല്ല കേട്ടോ. ഒരു ചില്ലറ പേരങ്ങോണ്ട് കാണുന്നുള്ളൂ. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അങ്ങനെ എന്താ ഫുള്ള് മറ്റേതൊക്കെ ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ആ ലേശം ആദ്യം അരിഞ്ഞിട്ടതിനെ ഇങ്ങനെ വടി വെച്ച് കറക്കി എടുക്കണം കേട്ടോ. കുഞ്ഞു കുഞ്ഞു ബാക്കി ഇതാ നമ്മളിങ്ങനെ കൊത്തി അരിയുന്നുണ്ട് കേട്ടോ. ബാക്കിനെയൊക്കെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെയാണ് ഇടുന്നത്. അതിപ്പോൾ എല്ലാം കൂടി ഫ്ലോപ്പ് ആകുമെന്നൊന്നും അറിയില്ല കേട്ടോ.
ഇതിൻ്റെ കൂടെ തന്നെ കൊത്തി അരിഞ്ഞിരുന്നുണ്ട്. ഇതിപ്പോൾ നല്ല ക്ലീൻ ആയതാണ് താഴെ വെള്ളത്തിലിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഈ തണ്ടരിയുമ്പോൾ നമ്മളെ കയ്യിൽ കറയാവോ അങ്ങനെയുള്ളൊരു പേടിയൊന്നും ഇല്ല കേട്ടോ. നല്ല കറയൊന്നും വരാണ്ട് നമുക്ക് എണ്ണയൊന്നും തേക്കേണ്ട ആവശ്യമില്ല. ബട്ട് ഇതുണ്ടോ, ഇങ്ങനെ അരിയുമ്പോൾ ഒരു മാല പോലെയൊക്കെയാണ് വീഴുന്നത്. ഇതുണ്ടോ, നമ്മളൊരു വടിയിട്ട് കറക്കുമ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ ഊരിയെടുക്കേണ്ടതൊക്കെ പ്രശ്നമുണ്ട്. മറ്റേലാകുമ്പോൾ നമുക്ക് ആ കൈ കൊണ്ട് എടുത്ത് കളഞ്ഞാൽ പരിപാടി അങ്ങ് തീർന്ന്. ബട്ട് ഇതാകുമ്പോൾ ഇങ്ങനെ ഊരിയെടുക്കേണ്ടതൊക്കെ വടി വെച്ച് ഞാൻ കറക്കിയെടുത്തപ്പം ഇങ്ങനെയാണ് വന്നത്. കുറച്ച് നേരം റിസ്ക് എടുക്കേണ്ട പണിയാണ്. ഇതിനെക്കാട്ടി ബെസ്റ്റ് ഫസ്റ്റിലുണ്ടോ ഒരു മാല പോലെയായി. മറ്റേതും കൂടി ഇതിലേക്ക് കുടുങ്ങിയോന്ന് എനിക്കൊരു ഡൗട്ടില്ല. ഇതല്ല കേട്ടോ നല്ല പരിപാടി, അതാണ് നല്ല പരിപാടി. അങ്ങനെ നമ്മൾ ഫുള്ളിങ്ങനെ അതിർത്തി എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 1 മണിക്ക് 2 മണിയായ സ്ഥിതിയാണ്. അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു, അതാണ് കേട്ടോ ബെസ്റ്റ്. ഇതിൽ മാക്സിമം പുറത്തേക്ക് പോകാനാണ് ചാൻസ്. അങ്ങനെ ഫുള്ള് ഇങ്ങനെ നമ്മൾ അടർത്തി എടുക്കുന്നുണ്ട്. വേറെ രക്ഷയില്ലല്ലോ, അത്രയല്ലേ ഉള്ളൂ. പിന്നെ നമ്മളെ ഇനിയും ഉണ്ടോയെന്നാണ് നോക്കുന്നത് കേട്ടോ. അതാ ചെറുതുങ്ങളൊക്കെ കാണുന്നുണ്ടേ. ഇത് പണി കിട്ടി കേട്ടോ. ഇത് കുറേ പണിയായി, 1ന് 2 പണിയായിട്ട് പരിപാടിയായിപ്പോയി. ഒരിക്കലും ഇങ്ങനെ ചെയ്യണ്ട കേട്ടോ. ഇനി എനിക്ക് കറക്കാൻ അറിയാത്തതുകൊണ്ടാണോ എനിക്കറിയത്തില്ല. എല്ലാവരും ഒന്ന് സബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ. പിന്നെ നമ്മൾ ഒരു വിധത്തിൽ ഇങ്ങനെ എടുത്തെടുത്ത് വരുന്നതാണ്. അങ്ങനെ കഴിയാനായിട്ടുണ്ട്. പകുതിയോളം താഴെ പോയി എന്ന് പറഞ്ഞുള്ളൂ, പകുതിയോളം പുറത്ത് പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ കൈയിട്ട് നോക്കുമ്പോഴാണ് കേട്ടോ ഇനി നാരൻ്റെ എവിടെയും കുടുങ്ങിയിരിപ്പുണ്ടോ എന്ന് നോക്കുകയാണ്. ഉണ്ടെങ്കിൽ വീണ്ടും കറക്കേണ്ടി വരില്ലേ. ഒരു ചെറിയ കഷ്ണമൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനെയൊക്കെ ഇതിൻ്റെ നാരകത്ത് പോകാൻ പാടില്ല കേട്ടോ. ഇത് വയറ്റിലുള്ള മുടിയോ എന്തെങ്കിലും നമ്മൾ വയറ്റിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോയിക്കൊള്ളുന്നു എന്നാണ് പഴമക്കാർ പറയുന്നത്. ഐ ഡോണ്ട് നോ. നമ്മളൊക്കെ ഇതൊക്കെ കേട്ടിട്ട് കേൾവിയുള്ളത്. ഒരു ഉള്ളി, ചെറിയ പച്ചമുളക്, ലേശം വെളുത്തുള്ളിയും കൂടി. വെളുത്തുള്ളീൻ്റെ അല്ലികളാണ് കേട്ടോ. വെളുത്തുള്ളീൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് വെളുത്തുള്ളി ഇടാം. നമ്മൾ ലേശം ഇടുന്നുള്ളൂ. അങ്ങനെ ഫുള്ളൊന്ന് വൃത്തിയാക്കിയെടുത്ത് നമ്മൾ തോരൻ്റെ പരിപാടി അങ്ങ് റെഡിയാക്കാം. ഇതെല്ലാം അരിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് തോരൻ വയ്ക്കും പോലെ കടുകം പൊട്ടിച്ച് എണ്ണയെല്ലാം ഒഴിച്ച് കടുകെല്ലാം പൊട്ടിച്ച് ഇതൊക്കെ ഇട്ടൊന്ന് വഴറ്റി പിന്നെ നമ്മളെ സാധനങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിലിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നുകൂടി കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ തോരൻ വയ്ക്കും പോലെ അങ്ങ് തോരൻ അങ്ങനെ വയ്ക്കാം. കടുകെല്ലാം പൊട്ടിച്ച് കടുകെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണയൊക്കെ ചൂടായി വരുന്നേ ഉള്ളൂ. അതിന് മുമ്പേ ധൃതി പൊട്ട് കടുകെല്ലിട്ട് സാരല്ല, കടുകല്ലേ അങ്ങ് പൊട്ടി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ സവാളയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച വാഴത്തണ്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ വാഴത്തണ്ട് എന്നൊക്കെയാണ് പറയാം. നിങ്ങൾ എന്താ പറയാന്ന് കൂടി കമൻറ്റ് ചെയ്യണം. പിന്നെ ലേശം മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ഒന്ന് ആവി ലേശം വെള്ളമൊന്നും കുടയേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്ത് കരിയാപ്പല ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. വെള്ളമൊക്കെ ഇതിനകത്ത് ഓൾറെഡി ഉള്ളതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ചടയെന്ന് പറഞ്ഞിട്ടായി കിട്ടും. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. ക്ലീൻ ചെയ്യേണ്ട പരിപാടിയാണ് ഏറ്റവും ടാസ്ക്. നമ്മൾ ഇവിടെ തോരനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ ഉപ്പേരി എന്നൊക്കെയാണ് കേട്ടോ പറയുക. അതുകൊണ്ടാണ് പെട്ടെന്ന് വായിലൊക്കെ അങ്ങ് കയറി വന്നത്. അങ്ങനെ തോരൻ റെഡി ആയിട്ടുണ്ട്. ചൂടോടെ കഴിക്കാൻ അടിപൊളിയാണ്. അടുത്തൊരു വീഡിയോ വരെ. താങ്ക് യു, ബൈ, ടേക്ക് കെയർ.